Samsung Galaxy A series latest A57 ആണ് എൻ്റെ കയ്യിലുള്ളത്. A series ഏറ്റവും slimmest ആയിട്ടുള്ള സ്മാർട്ട്ഫോൺ ആണ്. അതായത് 6.9 മാത്രം thicknessൽ 179 gram ആണ് ഇതിന്റെ വെയിറ്റ്. സോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട്ഫോൺ എന്ന് തന്നെ പറയാം. 2 ആഴ്ചക്ക് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട്ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു യൂസർ എക്സ്പീരിയൻസിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ബോക്സ് കണ്ടന്റ് സാംസങ് സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഈസിയാണ്. കാരണം പ്രത്യേകിച്ച് അകത്തിനകത്തൊന്നുമില്ല. സ്മാർട്ട് ഫോൺ കൂടാതെ ഈ കാണുന്ന C2C ചാർജിങ് കേബിൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 കളേഴ്സിലാണ് ഖത്തറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഓസം ലിലാക്ക് എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ഓസം നാവി, ഓസം ഗ്രേ, ഓസം ഐസി ബ്ലൂ എന്ന് പറയുന്ന കളറിൽ കൂടി അവൈലബിൾ ആണ്. സോ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം ആയിട്ട് വരുന്നത്. ബാക്ക് പാനലും ഡിസ്പ്ലേയിലും കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ വിക്ടസ് പ്ലസ് ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസ് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. സോ നമുക്കിതിൽ കേസ് ഇട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴെ വശത്താണ് സിം ട്രേ വരുന്ന 2 നാനോ സിം കാർഡ് ഇടാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇടാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇന്റർണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. സാംസങ് ഗാലക്സി S26 സീരീസിൻ്റെ സിമിലർ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഇതുകൂടാതെ IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോൺ ആണ്. സംഭവം ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് കൂടി 5000 mAh ബാറ്ററി ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. ചാർജർ ബോക്സിനകത്തില്ല. എനിവേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനടുത്ത് മാത്രമേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കൂ. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ഈ ഒരു A57 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായിട്ടാണ് A സീരീസിൽ ഇവർ ഇന്റേണൽ മെമ്മറി 512 GB ഉൾപ്പെടുത്തുന്നത്. അത് ഈ ഒരു A57 നമുക്ക് കാണാം. 6.7 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റിൽ വരുന്ന ഫുൾ HD+ റെസൊല്യൂഷനിലെ സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് പ്ലസ് ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 1200 nits ആണ് ഇതിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡെങ്കിൽ. 1900 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ഒരു ഡീസൻറ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. HDR10+ ഇതിൽ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, ഒപ്റ്റിക്കലാണ് സെൻസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള സൂപ്പർ ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ എക്സിനോസ് 1680 എന്ന് പറയുന്ന ഇവരുടെ തന്നെ ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാകോറിൽ 2.9 GHz ആണ് ക്ലോക്ക് സ്പീഡ്. സോ പെർഫോമൻസ് വൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അന്തത്തു സ്കോർ ഏകദേശം 1.4 മില്യൺ അടുത്താണ് എനിക്കിത് ലഭിച്ചിട്ടുള്ളത്. അതായത് സ്നാപ്ഡ്രാഗൺ 7 Gen 4ൻ്റെ ആ ഒരു സിമിലർ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഡെയിലി ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ മൾട്ടി ടാസ്കും ഡേ ടു ഡേ ടാസ്കും കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഭയങ്കര ഒരു ഹെവി യൂസേജിന് പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതെനി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടിയും പബ്ജിയൊക്കെ നമുക്കിതിൽ നിലവിൽ 60 FPS കളിക്കാൻ സാധിക്കുന്നത്. സോ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഗെയിമിങ്ങിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്കിതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുക. സോ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ 4 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128, 8GB റാമിൽ 256GB, 12GB റാമിൽ 256GB, 12GB റാമിൽ 512GB മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിലില്ല. LPDDR5X റാമിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.1 ആണ്. കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. ഡ്യുവൽ ബാൻഡ് 5G സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ ബാൻഡ് 4G LTE ഇതിൽ സപ്പോർട്ട് ഉണ്ട്, വൈഫൈ 6 ആണ് വരുന്നത്, ബ്ലൂടൂത്തിൽ 6 ആണ് വരുന്നത്, NFC ഇതിൽ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ eSIM സപ്പോർട്ട് ഉണ്ട്. അതായത് ഒരു സമയം നമുക്ക് 2 നാനോ സിം കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് eSIM കാർഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാം. സാംസങ് സ്മാർട്ട് ഫോണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് 1 UI 8.5 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 6 വർഷത്തെ സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. എനിക്കിതിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പാച്ച് എന്ന് പറയുന്നതും ഏപ്രിൽ തന്നെയാണ്. സോ ഒരുപാട് ബ്ലോട്ടേഴ്സും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. ഭയങ്കര ഒരു സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു യൂസർ ഇൻ്റർഫേസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്.
ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. മറിച്ച് നമ്മൾ ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച്, അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് റിമൂവർ അല്ലെങ്കിൽ ഫോട്ടോസിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെലക്ട് ഓപ്ഷൻ ഉണ്ട്, വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. സോ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹാർഡ്വെയറിൽ നമുക്കൊരു ഡീസെൻ്റ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ സോഫ്റ്റ്വെയറിൽ കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സൂപ്പർ ലൗഡി അല്ല, പക്ഷേ അത്യാവശ്യം ലൗഡിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസ് വിത്ത് OIS, 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്. സോ റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന ഫോട്ടോസ് മിക്കതും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. സോ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതേസമയം തന്നെ ഈ ഒരു ഫോട്ടോയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽസും ഷാർപ്നെസ്സും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എനിക്കിതിൽ ലഭിച്ചിട്ടില്ല. അത് ഡേലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും പോർട്രേറ്റിൻ്റെ കാര്യമാണെങ്കിലും. പക്ഷേ എടുത്ത് പറയേണ്ടത് HDR പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ്. അതിൽ നമുക്കൊരു ഒക്കേ ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 മെഗാ പിക്സലിൻ്റെ ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസ് ഉണ്ട്. അതിലെടുത്തിരിക്കുന്ന മാക്രോ ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി 12 മെഗാ പിക്സലിൻ്റെ സെൽഫിയിൽ എടുത്തിരിക്കുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്നെസ്സും ഡീറ്റെയിൽസും അടങ്ങിയ ഭയങ്കര സൂപ്പർബായിട്ടുള്ള സെൽഫി ഫോട്ടോസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അത് ഡേലൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ സെൽഫിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഫോട്ടോഗ്രാഫി ഈ പറഞ്ഞ ഓവറോൾ ഒരു ഡീസൻറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി വീഡിയോഗ്രാഫിയുടെ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വീഡിയോഗ്രാഫിയെക്കുറിച്ച് ലഭിക്കുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ നല്ല ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഫീൽ ചെയ്യുന്നത്. സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ വീഡിയോഗ്രാഫി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. നല്ലൊരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫേസിലൊക്കെ കാണാൻ സാധിക്കും. നല്ല കിട്ടിലനായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ വീഡിയോഗ്രാഫി സൂപ്പർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. A57 4 മെമ്മറി വേരിയൻസിലാണ് ഖത്തറിൽ അവൈലബിൾ ആണ്. 8GB റാമിൽ, 128 8GB റാമിൽ, 256GB 12GB റാമിൽ, 256GB 12GB റാമിൽ, 512GB. ഈ ഒരു 4ൻ്റെയും പ്രൈസ് ഒക്കെ പറഞ്ഞു വരുന്നതിന് ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അവിടെ ചെക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് കാലത്തായിട്ട് ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകൾക്കൊക്കെ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. റാമിൻ്റെയും മെമ്മറിയുടെ ഒക്കെ പ്രൈസിനുള്ള വേരിയേഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ പ്രൈസിൽ പ്രൊഡക്റ്റ് ലഭിക്കുക എന്ന് പറയുന്നത് തൽക്കാലം ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആർക്കാണോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സാംസങ് സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ആ ഒരു ക്വാളിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു നോർമൽ യൂസറാണ്, സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ തേടുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നും. ഇനി എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളി. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.